വിവരമേ റിജിത്ത് വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് 9 RSS BJP പ്രവർത്തകരായിരുന്നു. ഇവർക്ക് ജീവപര്യന്തം തടവ് എന്നുള്ള തരത്തിലുള്ള വിധി ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 20 കൊല്ലം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിലാണ് ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വടിവാൾ കൊണ്ട് വിമൽ എന്ന ഒപ്പമുണ്ടായിരുന്ന ആളെ വെട്ടുന്നത് തടയാൻ ചെന്ന ആളായിരുന്നു റിജിത്തിന് ഗുരുതരമായി തുടർന്ന് പരിക്കേൽക്കുകയായിരുന്നു. സമീപത്തെ ക്ഷേത്രത്തിൽ ഒരു ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതായത് 2005 ഒക്ടോബർ 3-നാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. അവിടെ ഈ സമീപത്തെ ക്ഷേത്രത്തിൽ ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കമാണ് ഈ പ്രശ്നത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രാത്രി 9-ന് സുഹൃത്തുക്കളായ നികേഷ്, വിമൽ, വികാസ്, സജീവൻ എന്നിവർക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ടി ജി സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, ഇപ്പോൾ ജീവപര്യന്തം തടവ് എന്നുള്ളതാണ്. 9 പ്രതികളാണ്. RSS BJP പ്രവർത്തകരാണ് ഇവരെല്ലാം. വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനം. കണ്ണപുരം റിജിത്ത് വധത്തിൽ 19 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. മുഴുവൻ പ്രതികളും RSS BJP പ്രവർത്തകരാണ്. പ്രതികളായ 9 RSS പ്രവർത്തകർക്കാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി വരുന്നത്. 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. കണ്ണപുരം റിജിത്ത് വധം ഒരു കാലഘട്ടത്തിൽ വലിയ ചർച്ചയായതാണ്. പ്രത്യേകിച്ച് ക്രൂരമായ കൊലപാതകം. ഈ വിഷയത്തിൽ 19 വർഷത്തിലേക്ക് വിധി വരുന്നത് നിർണായകമായത് ചില സാക്ഷിമൊഴികളാണ്. കാരണം ഇത്ര അധികം നിയമ നടപടികൾ നീണ്ടുപോയതിൽ കുടുംബം തന്നെ ഏറെ ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രതികൾ കുറ്റക്കാരാണ് എന്ന വിധി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വരുമ്പോൾ കണ്ണീരോടെയാണ് കുടുംബം അപ്പോൾ ആ വിധി പ്രസ്താവം കേട്ടത്. എന്തായാലും ഈ വിധി പറയുമ്പോൾ എല്ലാ പ്രതികൾക്കും ജീവപര്യന്ത ശിക്ഷ വിധിക്കുന്നു എന്നതാണ് സാഹചര്യം. റിജിത്തിനൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരുമുണ്ടായിരുന്നു. DYFI പ്രവർത്തകർ തന്നെയായിരുന്നു ഇതുണ്ടാകുന്നത്. 19 വർഷത്തിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ശാസ്ത്രീയമായ തെളിവുകളും സാക്ഷിമൊഴികളുമെല്ലാം ഈ പ്രതികളുടെ ശിക്ഷ ഉറപ്പാക്കാൻ സഹായമായി എന്നതാണ് സാഹചര്യം. ഈ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നുമില്ലാത്ത ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ രാമചന്ദ്രൻ എന്നയാളുടെ മൊഴി ഇക്കാര്യത്തിൽ വളരെയധികം നിർണായകമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് ഈ കേസിൽ പ്രതികളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് വഴിയൊരുക്കുകയും പിന്നീട് നിയമ നടപടികളിൽ ഒടുവിൽ ഈ ജീവപര്യന്തം ശിക്ഷയിലേക്ക് പ്രതികളെ എത്താൻ ശാസ്ത്രീയമായ തെളിവുകളടക്കം ശേഖരിച്ച് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് സഹായിക്കുകയും ചെയ്തത്. DYFI പ്രവർത്തകരായ 6 പേർ, 2 പേര് സൈക്കിളിലും തള്ളിപ്പോകുന്നതിനിടയിലാണ് ഈ പതിയിരുന്ന സംഘം ഇവരെ ആക്രമിച്ചത്. പ്രദേശത്ത് നിലനിന്നിരുന്ന ചില സംഘർഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ സംഘർഷമാണ്. എന്തായാലും റിജിത്ത് വധക്കേസിൽ 9 പ്രതികൾക്കും ജീവപര്യന്തം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ തീരുമാനമുണ്ടാകുന്നത്. 2005-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. 19 വർഷത്തിന് ശേഷം 20 വർഷം അടുക്കുമ്പോഴാണ് വിധി വരുന്നത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തിയിരുന്നു. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് ആണ് ശിക്ഷ വിധിച്ചത്. 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. 10 പ്രതികളുള്ള കേസിൽ 3-ാം പ്രതി ചുണ്ടയിലെ കൊത്തില താഴെ വീട്ടിൽ KT അജീഷ് വാഹനാപകടത്തിൽ മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത് 9 പ്രതികളിലേക്ക് പോകുന്നത്. ഇത് 1-ാം പ്രതി VV സുധാകരനാണ്. 2-ാം പ്രതി KT ജയേഷ്. 4 മുതൽ 10 വരെ പ്രതികളായ CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, ഇല്ലിക്കൽ വളപ്പിൽ IV അനിൽകുമാർ, പുതിയപുരയിൽ PP രാജേഷ്, കണ്ണപുരം വടക്കേപ്പുറം വടക്കേ വീട്ടിൽ VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, ഒപ്പം TV ഭാസ്കരൻ എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2005 ഒക്ടോബർ 3 രാത്രി 7:45-നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് കുത്തിക്കൊല്ലുകയും വെട്ടിയും കുത്തിയും റിജീഷിനെ കൊന്നത്. ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിന് സമീപമായൊരു സംഭവം. ആക്രമണത്തിൽ DYFI പ്രവർത്തകരായ KV നികേഷ്, RS വികാസ്, KN വിമൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. RSS ശാഖ നടത്തുന്നതിനെ ചൊല്ലി തലേദിവസമുണ്ടായ വാക്കേറ്റമാണ് ഇത്തരത്തിൽ ആക്രമണത്തിലും ഈ കൊലപാതകത്തിലും കലാശിച്ചത് എന്നുള്ളതാണ്. തുടർന്ന് 20 വർഷമായി ഇതിന്റെ നിയമ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ സൈത്ത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 10 പ്രതികളുണ്ടായ കേസാണ്. അതിൽ ഒരു പ്രതി വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. മറ്റു പ്രതികൾ എങ്ങനെയാണ്? VV സുധാകരൻ, ഒപ്പം കോത്തിലത്താഴെ വീട്ടിൽ ജയേഷ്, ഒപ്പം മരണപ്പെട്ട അജേഷ്, അദ്ദേഹം സഹോദരങ്ങളാണ് ഇരുവരും. മറ്റ് CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IP അനിൽകുമാർ, രാജേഷ് PP, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിങ്ങനെയുള്ള 9 പ്രതികൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 10 പ്രതികളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതിലൊരാൾ
വാഹനാപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു. എന്തായാലും ഏറെ പ്രമാദമായ കേസാണ്. 19 വർഷത്തിന് ശേഷം ഈ കേസിൽ വിധി വരുമ്പോൾ അവർക്ക് ജീവപര്യന്തം ശിക്ഷ എന്ന പ്രധാനപ്പെട്ട തീരുമാനം കൂടിയാണ് വരുന്നത്. കേസിലെ പ്രതികളെല്ലാം RSS BJP പ്രവർത്തകർ കൂടിയാണ്. നമ്മൾ 19 വർഷം മുമ്പ് എന്ന് പറയുന്നത് കണ്ണൂരിൽ ഏറ്റവും അധികം രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് നടന്നിരുന്ന പല ഏറ്റുമുട്ടലുകളിൽ ഒന്നായിരുന്നു ഈ കൊലപാതക കേസും ഉയരുന്നത്. അതിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഒടുവിൽ കോടതി വിധി പറയുമ്പോൾ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് ഉണ്ടാവുന്നത്. 2005 നടന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വിധി പറയുന്നത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി എന്ന പ്രത്യേകതയുണ്ട്. 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവ് കൂടിയാണ് ഇവർക്ക് വിധിച്ചിരിക്കുന്നത്. മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം എന്നതാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ കോടതി വിധി. ശരി, ടി ജി സേത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്ന. 9 RSS പ്രവർത്തകർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് തലശ്ശേരി കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 307 സെക്ഷൻ 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവാണ്. കഠിന തടവ് അത് ഒപ്പം ഈ പറഞ്ഞതുപോലെ ജീവപര്യന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി വിചാരണ തടവിലും മറ്റുമായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടി ഒരു പക്ഷേ ഇതിൽ കണക്കിലെടുത്തേക്കാം. ഏതായാലും നമുക്ക് ഈ പറയുന്ന ദൃശ്യങ്ങൾ കാണുന്ന പ്രതികളുടെ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. അവർ നേരത്തെ ഈ കൊല്ലപ്പെട്ട റിജീഷിൻ്റെ അമ്മ ഈ വിചാരണയിലൊക്കെ വൈകുന്നതിൽ ഉള്ള വിഷമങ്ങളൊക്കെ പങ്കുവച്ച് നമ്മൾ കണ്ടതാണ്. അത് വലിയൊരു സംഭവമായി റിജിത്തിൻ്റെ കൊലപാതകം ഒരു വലിയ രാഷ്ട്രീയ കൊലപാതകമായി ആ പ്രദേശത്ത് മാറിയിരുന്ന സൈത്ത് പറഞ്ഞതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത ഒരു നാടായിരുന്നു അന്ന് കണ്ണൂർ പ്രദേശം എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ സാഹചര്യങ്ങൾ കുറേ അധികം മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഇപ്പോൾ നമുക്കറിയാം പെരിയ ഇരട്ടക്കൊലപാതകവുമൊക്കെ ബന്ധപ്പെട്ട് CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഒരു CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ഏതാണ്ട് 9ഓളം RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ എന്ന തരത്തിലെ കാര്യങ്ങൾ വരുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കരുതി വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരം ശിക്ഷാവിധികൾ എപ്പോഴും എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്കും പ്രവർത്തകർക്കും വലിയ ഒരു പാഠമായി മാറേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. എത്രയധികം സ്വാധീനം ചെലുത്തിയാലും എത്രയധികം നിയമ പോരാട്ടം നടത്തിയാലും അർഹതപ്പെട്ടവർക്ക് കൃത്യമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പ്രധാനപ്പെട്ട ചില മൊഴികൾ നിർണായകമായിരുന്നു. സൈത്ത് നമുക്ക് അതിൻ്റെ നാൾ വഴികളിലേക്ക് കൂടി ഒന്ന് പോയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2024 നടന്നൊരു സംഭവമാണ്. ദൃക്സാക്ഷികളായ ചില ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷനെ പ്രധാനമായും സഹായിച്ച മൊഴികൾ തെളിവുകൾ ഏതൊക്കെ മേഖലകളായിരുന്നു 2005? അതെ യെസ് രഞ്ജിത്ത്, 28 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 59 രേഖകൾ, 50 തൊണ്ടിമുദ്രകൾ, ഇതൊക്കെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയിരുന്നു. ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പോയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ നിർണായകമായത് ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ രാമചന്ദ്രൻ എന്നയാളുടെ മൊഴി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ മൊഴി ഏറെ നിർണായകമായെന്ന് സ്ഥിരീകരിച്ചതും ചെയ്തതാണ്. ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളുമെല്ലാം ഈ പ്രതികളുടെ ശിക്ഷ ഉറപ്പാക്കാൻ, കാരണം 19 വർഷത്തിന് ശേഷം വിചാരണ നീണ്ടുപോയതിൻ്റെ കാരണം പലപ്പോഴും അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളികളാവാം. എന്തായാലും ഈ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മൊഴി ഇക്കാര്യത്തിൽ നിർണായകമായി എന്നതാണ് പറയുന്നത്. അതായത് വീടിൻ്റെ മുന്നിൽ നിന്ന് ശബ്ദം കേട്ട് പുറത്തു വന്നതായും പരിക്കേറ്റയാൾക്ക് വെള്ളം നൽകിയതായും ആ സമയത്ത് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന കാര്യവും രാമചന്ദ്രൻ ദൃക്സാക്ഷി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൊഴി ഉണ്ടായിരുന്നു. ഈ മൊഴി റിജിത്ത് വധക്കേസിൽ പ്രതികളെ ശിക്ഷിക്കാൻ നിർണായകമായി എന്നതാണ് സാഹചര്യം. എന്തായാലും അന്വേഷണ സംഘം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയി.